ലൈറ്റാണ് പാസ് ചെയ്തേക്കുന്നത്. അതായത് ഇതൊരു വയലറ്റ് റേഞ്ച് ആയതുകൊണ്ട് വേവ് ലെങ്ത് കൂടുതലും, ഇതൊരു ആവറേജ് എന്താ പറയുക യെല്ലോ വരുന്ന ഒരു ആവറേജും, ഇത് ലോ വേവ് ലെങ്ത് ഉള്ളതുമാണ്. അപ്പോൾ 3 വേവ് ലെങ്തിലും ഇതിനകത്ത് ആൽഗേനെ വെച്ചിട്ടുണ്ട്, പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് എങ്ങനെയാണ് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് ആണല്ലോ, ഫോട്ടോസിന്തസിസ് വഴിയാണല്ലോ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഭക്ഷണം ഫോട്ടോസിന്തസിസ് നടക്കുന്നതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് ബബിൾസ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ സ്ട്രോങ് വേവ് ലെങ്ത് ഉള്ളൊരു ലൈറ്റ് കിട്ടിയപ്പോൾ പ്ലാന്റിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അതാണ് ബബിൾസ് ഇങ്ങനെ കൂടുതൽ വരുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒരു ആവറേജ് റേഞ്ചിനേക്കാളും കുറച്ചുകൂടെ താഴെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണിത്. അപ്പോൾ അതിലാണെങ്കിൽ ഇതിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും ഫാസ്റ്റ് അല്ല. നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതൊരു ഫ്രീക്വൻസി കുറവാണ്, നമ്പർ ഓഫ് ബബിൾസ് കുറവാണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, ഇതിലും നടക്കുന്നുണ്ട്, പക്ഷേ ഒരു ആവറേജ്, അതായത് ഇതിൽ കൂടുതൽ റേറ്റ് വ്യത്യാസം, ഇതിൽ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഇതിൽ കുറച്ചുകൂടെ. അപ്പോൾ അത് ലൈറ്റിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നതായിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ നോക്കിയാൽ കുറേ സമയം നോക്കി നിന്നാലായിരിക്കും 1-2 ബബിൾസ് കാണുന്നത്. ഇത് വേവ് ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ഈ ലൈറ്റ് വന്നെങ്കിലേ നടക്കത്തുള്ളൂ പരിപാടി.